ഹായ് ഓൾ. നമ്മുടെ ഈ റോബോട്ടിക്സ് എഞ്ചിനീയറിങ്ങിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഹാർഡ്വെയർ സിസ്റ്റം എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാപ്ടോപ്പോ നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണോ എന്തെങ്കിലും ഒരു സംഭവം എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രൊസസ്സർ ഉണ്ടാവും, ഇതിനകത്ത് കുറേ അധികം ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ടാവും. ഇപ്പോൾ ലാപ്ടോപ്പ് വെക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു കീബോർഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ടച്ച് പാഡ് ഉണ്ടാവും, നമുക്കൊരു മോണിറ്റർ ഉണ്ട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആസ് എ സിസ്റ്റം വെറുതെ കുറേ ഹാർഡ്വെയറുകൾ ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, ഒരു മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കുറേ അധികം സോഫ്റ്റ്വെയർ ഉണ്ടാവും. സോ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിസ്റ്റത്തുമായിട്ട് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കതിനകത്തൊരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് വെറുതെ ഈ ഹാർഡ്വെയറിനോട് പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് അതിന് സ്പെസിഫിക്കലി ആ ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമുക്കതിനകത്ത് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോട്ടോ എഡിറ്റിംഗ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടൂളുകൾ നമുക്ക് വേണം അല്ലേ. നമുക്കിപ്പോൾ ഒരു കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോമുകൾ വേണം, അതിൻ്റെ IDs കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ നമുക്ക് പ്രോപ്പർലി എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ ഹാർഡ്വെയർ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മളൊരു റോബോട്ടിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റോബോട്ട് ആസ് എ ഹാർഡ്വെയർ അതെന്താണ്, കുറേ അധികം സെൻസറുകളും കുറേ അധികം ഹാർഡ്വെയർ കമ്പോണൻറ്റുകളും, മേ ബി അത് മോട്ടറാവാം, പലതരത്തിലുള്ള മോട്ടറുകളാവാം, ചിലപ്പോൾ ഒരു സെർവോ മോട്ടർ ആവാം, ചിലപ്പോൾ ഒരു സ്റ്റെപ്പർ മോട്ടർ ആവാം, അല്ലെങ്കിൽ ഒരു നോർമൽ DC മോട്ടറോ ബ്രഷ്ലെസ് മോട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അതിനകത്തൊരു ബാറ്ററി ഉണ്ടാവും ചിലപ്പോൾ ഇതിനെ പവർ ചെയ്യാനായിട്ട്, ഈ ബാറ്ററീനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവും. ഇതിൻ്റെ മൊത്തം പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇതിനകത്തൊരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാവും. അതൊരു GPU ബേസ്ഡ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ഒരു CPU ബേസ്ഡ് സിസ്റ്റം ആവാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ബാക്കി പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് മേ ബി ഇതിൻ്റെ സെൻസറുകളെയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കാൻ മേ ബി ഇതിനകത്ത് ചിലപ്പോൾ കുറച്ച് മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റംസ് ഉണ്ടാവാം. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളി നമുക്ക് ഫങ്ഷൻ ചെയ്യിച്ച് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ആക്ച്വലി ഈ കമ്പോണൻസിനോട് പറഞ്ഞു കൊടുക്കണം ഇത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഇത് നമ്മൾ എഴുതുന്നത് എന്ത് ത്രൂ ആണ്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ റോബോട്ടിക്സിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ ഇമ്പോർട്ടൻസും വരുന്നത്. നമ്മളൊരു സെൻസർ വെറുതെ കണക്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് എന്ത് ചെയ്തോളണമെന്നില്ല, നമുക്ക് വേണ്ട ഡാറ്റാസ് നമുക്ക് തന്നോളണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്ത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ കിട്ടുന്ന ഡാറ്റ കൊണ്ട് ഈ റോബോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇതിനോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെയർ ഹൗസ് റോബോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലീനിങ് റോബോട്ട് എടുക്കുക, നമ്മുടെ MI ബോട്ട് പോലെയുള്ള നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ക്ലീനിങ് റോബോട്ടുകൾ എടുക്കുക. അപ്പോൾ ഈ റോബോട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് പോകുന്നു, അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ഒബ്സ്റ്റക്കിൾ വരുന്നു. അപ്പോൾ ഈ ഒബ്സ്റ്റക്കിൾ വരുന്ന സമയത്ത് ഇത് എങ്ങനെ അറിയുന്നു, ബിക്കോസ് ഇതിനകത്ത് കുറേ സെൻസറുകൾ ഉണ്ടാവും. ഈ സെൻസറിൽ നിന്നുള്ള ഡാറ്റ വെച്ചിട്ട് ഇത് അറിയും ഇതിൻ്റെ മുമ്പിൽ എന്തോ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, എന്തോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ റോബോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇതിന് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ ഇതിനകത്തോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ അൽഗോരിതംസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡിങ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡാറ്റ കിട്ടുമ്പോൾ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്, ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അവർ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ സ്റ്റാക്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പല ഫ്രെയിം വർക്കുകൾ നമ്മൾ പഠിക്കേണ്ടി വരും, പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ പല എംബഡഡ് സിസ്റ്റത്തിനകത്തും റോബോട്ടിക് സിസ്റ്റത്തിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് C or CPP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടി വരും. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വേണ്ട രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ റോബോട്ടിക്സിലാണെങ്കിൽ അതിൻ്റെ ഫ്രെയിം വർക്ക് പഠിക്കേണ്ടി വരും, അതായത് റോബോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ROS എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്കൊരു ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഒരു പ്രവൃത്തി അതിനെക്കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി ബാക്കി സിസ്റ്റംസ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓട്ടോണമസ് കാർസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവർലെസ് വെഹിക്കിൾസ്, അതെങ്ങനെയാണ്, അത് പ്യൂർലി സോഫ്റ്റ്വെയർ ബേസ്ഡാണ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് സെൻസറുകൾ ഉണ്ടാവും, അതിനകത്ത് കുറേ ക്യാമറകൾ ഉണ്ടാവും, അതിൻ്റെ ചുറ്റിനും ക്യാമറകൾ ഉണ്ടാവും, മേ ബി അതിനകത്തൊരു ലിഡാർ സെൻസർ ഉണ്ടാവാം, ഡെപ്ത് ക്യാമറാസ് ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വരുന്ന ഡാറ്റാസ് അനുസരിച്ചിട്ട്, ഇതിനകത്തു നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് അനുസരിച്ചിട്ട്
വെച്ചിട്ട് ഈ കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കോഡുകൾ വെച്ചിട്ടാണ്. ഈ കോഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം, അല്ലെങ്കിൽ ഈ മൊമെൻറ്റിൽ അത് സ്റ്റോപ്പ് ചെയ്യണോ അതോ മുന്നോട്ട് പോകണോ, എൻ്റെ ഫ്രണ്ടിലുള്ള ട്രാഫിക് ലൈറ്റിൻ്റെ സിഗ്നൽ പറയുന്നത് മുന്നോട്ട് പോകാനാണോ അതോ അവിടെ നിർത്താനാണോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വയം ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഇതിന് കിട്ടുന്നതും ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ പറയുന്ന അൽഗോരിതംസും കോഡും വെച്ചിട്ടാണ്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ഇതിനകത്തുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അത് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ റോബോട്ടിക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. ഇവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുതന്നെയാണ് ഇങ്ങനത്തെ വരുന്ന സിസ്റ്റത്തിനകത്ത് വരുന്ന ലൈക്ക് എംബഡഡ് സിസ്റ്റമോ റോബോട്ടിക്സോ അല്ലെങ്കിൽ ഒരു VLSI ബേസ്ഡ് സിസ്റ്റമോ എന്ത് തന്നെ എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ നീഡ് എന്ന് പറയുന്നത്. സോ സോഫ്റ്റ്വെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഹാർഡ്വെയർ പ്രോപ്പർലി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടായേ പറ്റുള്ളൂ. ഇതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു കാര്യവും.